എന്താണ് രണ്ടാമത്തെ വരി? ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിനുണ്ടായൊരിണ്ടൽ ബദം ഉണ്ടാവതല്ല മമ. എന്താ? ഒന്നായ നിന്നെ രണ്ടെന്ന് കണ്ട മണ്ടത്തരവേ, എനിക്ക് മിണ്ടാൻ പറ്റുന്നതല്ല, അതുകൊണ്ട് എന്നെ പണ്ടേ കണക്കൊന്നാക്കി തരാ നാരായണാന്ന്. പിടി കിട്ടിയോ? അപ്പൊ പിന്നെ മൂന്നാമത്തെ വരി ചേരുന്നതല്ലേ? അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിലാധിമമായ ഒരാത്മരൂപം, അവനാത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്നു സുഖത്തിനായി വരേണം. ഞാൻ പറഞ്ഞു, വേദവേദാന്തങ്ങൾ പഠിക്കുവാൻ അവസരമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ജന്മം കൊണ്ട മഹാഗുരു ഞാനെന്നും നീയെന്നും രണ്ടായി കാണുന്നത് ഒന്ന് തന്നെയാണെന്ന ആ സത്യത്തെ വെളിപ്പെടുത്തിയതാണ് ഈ കൃതിയിലൂടെ. ഇത് തിരിച്ചറിയണം. അതായിരുന്നു മഹാഗുരു എന്ന് സമർത്ഥിക്കുവാൻ എന്നെക്കൊണ്ട് സാധിച്ചു. കാരണം ഞാനും ഇച്ചിരി ഭാഗവതം വായിച്ചിട്ടുണ്ട്. ഭാഗവത ആചാര്യന്മാരോടൊപ്പം ഒത്തിരി വേദികൾ കടന്നു പോയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്തായാലും ഈ ആചാര്യൻ എന്നെ ഒന്ന് നോക്കിയല്ലോ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പ്രിയമുള്ളവരെ ഈ തിരിച്ചറിവുണ്ട് എന്ന് വിചാരിച്ചു കൊണ്ടാണ് 7ാമത് സപ്താഹമായിരുന്നു അത് കേട്ടോ. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 7 സപ്താഹ വേദിയിലൂടെ കടന്നുപോയ നിങ്ങൾക്ക് വേദസത്ത തിരിച്ചറിയുമെന്ന് വിചാരിച്ചിട്ടാണ് അറിയാതെ ഞാൻ നിങ്ങളുടെ മുന്നിൽ നമസ്തേ പറഞ്ഞത്. അത് തിരിച്ചു പറയാഞ്ഞപ്പോൾ എനിക്കൊന്ന് മനസ്സിലായി, നിങ്ങളൊക്കെ സപ്താഹത്തിന് ഉച്ചക്കഞ്ഞ് കുടിക്കാൻ വരുന്നവരാണെന്ന് മനസ്സിലായി. ഇല്ലെങ്കിൽ ഞാൻ നമസ്കരിച്ചപ്പോൾ നമസ്തേ പറഞ്ഞേനെ. കാരണം ഞാനുമല്ല നീയുമല്ല, രണ്ടും ഒന്നാണെന്ന ബോധത്തെയാണ് എന്തിലൂടെ പകർന്നു നൽകുന്നത്? നമസ്തേ. അപ്പോൾ നിങ്ങൾ ഇനി ആരെ കണ്ടാലും എന്ത് ചെയ്യണം? നമസ്തേ പറയണം. തിരിച്ചു പറഞ്ഞില്ലേ എന്ത് വിചാരിച്ചോണം? ഒന്ന് ചിരിച്ച് കാണിച്ചേക്കണം. എന്താ? ബോധമില്ലാത്തവനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് തിരിച്ചു പറഞ്ഞെങ്കിൽ ഓർത്തുകൊള്ളുക, ബോധമില്ല, ഭക്തിയുടെ പടവും ചൂടിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്നതേ ഉള്ളൂ എന്ന് മാത്രം വിചാരിച്ചേക്കുക. അതുകൊണ്ട് കൊച്ചാണോ വലുതാണോ, വണ്ണമുണ്ടോ വണ്ണമില്ലയോ ഒന്നും നോക്കണ്ടാത്തതിനൊരു കാര്യം ഞാൻ പറയാം. ഗുരു നമുക്ക് വേണ്ടി ഇതിനെയൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ, കീർത്തനമൊക്കെ ആലപിക്കാൻ എനിക്ക് രാഗവും താളവും ഒന്നും ഇല്ലെന്നേ. അതുകൊണ്ട് ഒരു ഗദ്യപ്രാർത്ഥന രചിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അറിയാമല്ലോ അല്ലേ? എന്താണ്? കാണപ്പെടുന്ന പുരുഷന്മാരൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം, അങ്ങനല്ലേ? എന്താ അതേന്ന് എല്ലാവരും ഇരുന്ന് തലകുലുക്കും. അതേന്നാ പറഞ്ഞത്. ശ്രദ്ധ വേണം പ്രാർത്ഥിക്കുമ്പം കേട്ടോ. കാണപ്പെടുന്ന പുരുഷന്മാരൊക്കെ എന്നാണോ? കാണപ്പെടുന്ന പുരുഷന്മാരൊക്കെ എന്നല്ല. എന്താണ്? കാണപ്പെടുന്ന സ്ത്രീകളൊക്കെയും സ്ഥൂലം, അങ്ങനില്ല എങ്കിൽ ഇങ്ങനെ ആയിരിക്കും. കാണപ്പെടുന്ന നമ്പൂതിരിമാരൊക്കെയും സ്ഥൂലം സൂക്ഷ്മം ആണോ? കാണപ്പെടുന്ന ക്രിസ്ത്യാനികളൊക്കെയും സ്ഥൂലം സൂക്ഷ്മനാണോ? മുസൽമാനൊക്കെയും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഏത് ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ? ഏത് ആചാര്യൻ പറഞ്ഞു തന്നിട്ടുണ്ട്? വേദാന്തങ്ങൾ നിങ്ങൾ എടുത്തു നോക്ക്. ഗുരുവിൻ്റെ ദർശന സുഹൃതം പേറാൻ ഒന്നും പോരാതെ വരും. അതാണ് സത്യം. എന്താ ഗുരു പറഞ്ഞത്? കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. അതിനാൽ പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല. വലിയവനും ചെറിയവനും ഉണ്ടോ? വെളുത്തവനും കറുത്തവനും ഉണ്ടോ? ഇസ്ലാമും ക്രിസ്ത്യാനിയും മുസൽമാനും പറയനും പുലയനും ജാനാരും ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഈ തത്വത്തെ തിരിച്ചറിയാൻ നമ്മൾ പഠിക്കണം. അതുകൊണ്ട് ആരെ കണ്ടാലും സംസ്കാര സമ്പന്നമായ 32ാമത് ദർശനോത്സവം കഴിഞ്ഞിറങ്ങുന്ന നിങ്ങൾ മനസ്സിലൊന്ന് തീരുമാനിക്കണം. ഞങ്ങൾക്ക് ബോധം ഉണ്ടായി. എന്താണ്? ഞാനും നീയും രണ്ടല്ലെന്ന ബോധം ഉണ്ടായി ഈ ദർശനോത്സവത്തിൽ. അതുകൊണ്ട് ഇനി ആരെ കണ്ടാലും എന്നാ പറയും? നമസ്തേ എന്ന് പറയും. ഞാൻ യൂണിയൻ സെക്രട്ടറി ആയിട്ട് കടന്നു വന്നപ്പോൾ ആരെ കണ്ടാലും നമസ്തേ പറയും. അപ്പം ആദ്യമൊക്കെ ഞാൻ നോക്കുമ്പോൾ പലരും എന്നെ കണ്ടാൽ ചിരിക്കേണ്ട നമസ്തേ വരുന്നുണ്ടെന്ന് പറയും. ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. മരണ വീടുകളിൽ ചെന്നാൽ ഞാൻ റീത്തല്ല കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. എന്തിനു വേണ്ടി? പരേതാത്മാവിന് പുണ്യം കിട്ടാൻ മാത്രമല്ല, ഇരിക്കുന്നവർക്ക് ബോധം ഉണ്ടാവാനും. കാരണം എന്താ? ചത്തെടുത്തിരിക്കുമ്പോഴല്ലേ മരണത്തെക്കുറിച്ച് ഓർക്കത്തുള്ളൂ. ദൈവമേ, കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഇന്നലെ മിശുമിശാന്ന് ഓടി നടന്നതാന്നാ പറയുന്നത് അല്ലേ? പക്ഷെ കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഈ കിടപ്പ് കാണുമ്പോഴാണ് അമ്മമാരവിടെ നിന്ന് എന്ത് ചൊല്ലുന്നത്? കരളിൽ വിവേകം കൂടാതെ കണ്ട് അരനിമിഷം ബത കളയരുതാരും മരണം വരുമിനി എന്നു നിനച്ചിക മരുവുക സതതം നാരായണ ജയ. ഇത് ചൊല്ലുന്നത് ഇത് തന്നെയല്ലേ പള്ളിയിലച്ചൻ വന്നിരുന്ന് ചൊല്ലിയത്? പള്ളിയിലച്ചൻ എന്താ അവിടെ വന്നിരുന്ന് ചൊല്ലിയത്? മരിച്ചു കിടക്കുന്ന
ആള് കേട്ടോട്ടെ. ഫ്രീസറിനകത്ത് വെച്ചിരിക്കുക, ശബ്ദം വല്ലതും അകത്ത് കേൾക്കുവോ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. ഈ റീത്ത് കൊണ്ട് വെക്കാനായിട്ട് കയ്യിൽ വളയിട്ട് കൂളിംഗ് ഗ്ലാസും വെച്ച് ബെൻസ് കാറിൽ വന്ന് ഇറങ്ങി ജാട കാണിക്കാൻ ഇങ്ങോട്ട് വരുമ്പോൾ അച്ഛൻ അവിടെ നിന്ന് ചൊല്ലുകയാണ്, മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടപ്പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരിച്ചു കിടക്കുന്ന ആളോടാണോ പറഞ്ഞത് മരണം വരും ഒരു നാളെന്ന്? അദ്ദേഹം മരിച്ചു പോയല്ലോ. അപ്പൊ ഇതാര് കേൾക്കാനാ പറഞ്ഞത്? ജീവിച്ചിരിക്കുന്നവർ കേൾക്കാൻ. ശരിയല്ലേ? ക്ഷേത്രത്തിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭക്തി ഉണ്ടാവണം. ഓരോരോ അവസ്ഥയിൽ ചെല്ലുമ്പോഴാണ് ആ വികാരം ഉണ്ടാകേണ്ടത്. ഭർത്താവിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ രാമ 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 എന്ന് ചൊല്ലിയിട്ട് കാര്യമുണ്ടോ? അവിടെ ചെല്ലുമ്പോൾ ഭാര്യയ്ക്ക് എന്തുണ്ടാവണം? ആടെ കിടക്കുന്നത് ചിന്തിക്കണം. അവിടെ ഭാര്യയാണെന്ന ബോധം വേണം. വേണ്ടേ? എന്നാ ഉണ്ട് ചേട്ടാ, പോടാ കള്ളാന്നൊക്കെ അന്നേരം പറയാൻ നമ്മളെ കൊണ്ട് പറ്റണം. എങ്കിലേ ഭർത്താവിന് എന്ത് വരൂ? ഒരു സ്നേഹം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഇവിടെ ഓടക്കുഴലേന്തി PPP ഊതുന്ന കൃഷ്ണനെയാണ് ഇതിനകത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എല്ലാവരും നോക്കി, ഇതിങ്ങനെ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ കൃഷ്ണനെ അറിയത്തുള്ളൂ. എന്നിട്ടോ ഭർത്താവ് അപ്പുറത്തെ വീട്ടിലെ ജമന്തിയെ ഒന്ന് നോക്കിയാൽ പറയും, കള്ള കൃഷ്ണനാണ് നിങ്ങൾ കേട്ടോ. കാര്യം എന്താ? അപ്പോൾ കൃഷ്ണനെ എന്താ പറയുന്നത്? കള്ളത്തരം കാണിക്കുമ്പോൾ ഇല്ലേ, കാമലീലകളിലേക്കൊക്കെ ചെറിയ ചെറിയ ഇതിലേക്ക് പോകുമ്പോൾ കൃഷ്ണന്റെ സ്വഭാവമാണ് നിങ്ങൾക്ക്. ഇതേ നമുക്കറിയൂ. അതല്ല കൃഷ്ണൻ. കൃഷ്ണനെ അറിയണമെങ്കിൽ ആ 12 സ്കന്ധങ്ങളടങ്ങിയ ഭാഗവതം പഠിക്കണം. എന്താണ് ജനനം, എന്താണ് ജീവിതം, എന്താണ് മരണം, എന്താണ് അതിന് ശേഷം പരിണാമം, ഇവയെക്കുറിച്ച് അറിയണം. ഇവയൊക്കെ പഠിക്കാൻ സാധ്യമല്ലാത്ത നമുക്ക് ഗുരു ജന്മം കൊണ്ട് ആ 72 വർഷക്കാലത്തെ ജീവിതം നമുക്ക് വേണ്ടിയായിരുന്നു. ഓർക്കുക, നമ്മൾ പറയാറില്ലേ, നമ്മുടെ കുമാരനാശാന്റെ വിവിധ കൃതികളിലൂടെ കടക്കുമ്പോൾ തിരിച്ചറിയേണ്ടത് ഗുരുവിനെ ദർശിച്ചവരാണവർ. നമ്മൾ ദർശിച്ചിട്ടില്ലുണ്ടോ? നമ്മൾ ദർശനമെന്ന് പറയുന്നതേ ഉള്ളൂ. ദർശനമെന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് പോയി ഗുരുവിൻ്റെ രൂപത്തെ കാണുന്നതിനെ അല്ല ദർശനമെന്ന് പറയുന്നത്. ദർശനമെന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചറിയലാണ്. അനുഭവിച്ചറിയലാണ്. അങ്ങനെ അനുഭവിച്ചറിഞ്ഞവരാണ് അല്ലേ അവിടെ ഗൃഹസ്ഥ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ചിന്നസ്വാമിയായ കുമാരനാശാനെ നമ്മൾ ഓർക്കും. കുമാരനാശാൻ ഗുരുവിനെ ദർശിച്ചതാണ്. ആ ദർശന സുഹൃതം കുമാരനാശാനിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അല്ലേ? കൊച്ചപ്പിപ്പിള്ള ഉൾപ്പെടെയുള്ള സന്യാസ ശ്രേഷ്ഠന്മാർ ആത്മീയ തലത്തിലുള്ള ഗുരു എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഓർക്കുക, ഓം രമണീയമൂർത്തിമതിയെന്ന് ഓം നമഃശിവായ എന്ന മന്ത്രപ്പൊരുൾ ചൊല്ലുമ്പോൾ കൊച്ചപ്പിള്ള ഗുരുവിനെ കണ്ട ആ മഹത്വം എന്താണെന്ന് തിരിച്ചറിയും. പക്ഷേ നാം ഒന്നും ഇപ്പോഴും ഗുരുവിനെ കാണുന്നില്ല. നാം ഇപ്പോഴും കാണുന്നത് എന്താണ്? ഗുരുവിൻ്റെ ഫോട്ടോയാ. ആനയെ കണ്ടിട്ടുണ്ടോ? ആനയെ കണ്ടിട്ടുണ്ടോ? ആണ്ട് പിണ്ടാതിരിക്കുന്നു. ഉണ്ടോ? എന്നാ ആനയെ കണ്ടത് ആദ്യം? എന്നാ ആനയെ കണ്ടത് ആദ്യം? എന്ന അക്ഷരം പഠിക്കാനാ നിങ്ങൾ ആനയെ ആദ്യം കണ്ടത്. ശരിയാണോ? പുത്താത്തേലല്ലേ ആദ്യം ആനയെ കണ്ടത്? ഈ പഠിക്കാൻ വേണ്ടിയല്ലേ ആദ്യം ആനയെ കണ്ടത്? ആന, ആട്. അന്ന് ഈ ആന എന്നാ നമുക്കറിയായിരുന്നോ? ഒന്നും അറിയില്ല. ഒരു കറുത്ത ഒരു പടം മാത്രം അറിയാം. ഇതാണ് ആന. കുറച്ചാൾ കണ്ടപ്പം തേണ്ട വരുന്നു എന്നത് ആന. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, അയ്യോ ആനയ്ക്ക് 4 കാലുണ്ട്, ആനയ്ക്ക് 2 കൊമ്പുണ്ട്, ആനയ്ക്ക് തുമ്പിക്കൈയുണ്ട്. ഇതൊക്കെ ഇപ്പോഴാണ് അറിയുന്നത് അല്ലേ? അങ്ങനെ ആനയെ അറിയാൻ നമ്മൾ ശ്രമിച്ചു. പക്ഷേ നമുക്കൊരു അബദ്ധം പറ്റി. എന്താണെന്നറിയാവോ? നിങ്ങൾ ഗുരുവിനെ എന്താ കണ്ടത്? തെങ്കാശിക്കാരൻ മഞ്ഞത്തുണി ഉടുപ്പിച്ച് വിട്ടപ്പോഴാണ് ഗുരുവിനെ ആദ്യം കണ്ടത്. അതുവരെ നമുക്കറിയത്തില്ലല്ലേ. പല വീടുകളിൽ ഇപ്പോഴും ചെല്ലുമ്പോഴോ തെങ്കാശിക്കാരൻ മഞ്ഞത്തുണി ഉടുപ്പിച്ച ഒരു ഫോട്ടോയോ ഇട്ട് വാതിക്കെ വെച്ചേക്കുന്ന കാണാം. ആ വീട്ടിലേക്ക് കടന്നു ചെല്ലണം, പൂജാമുറി ഒന്ന് തുറക്കണം. ആരൊക്കെയാ പൂജാമുറിക്കകത്തിരിക്കുന്നറിയാവോ? വീട്ടില് പൂജാമുറി നല്ല രീതിയിൽ സ്ഥാപിച്ചിട്ട് വടക്കന്നാഥം മുതൽ ഇങ്ങനെ തെക്കന്നാഥം മുതൽ ലോകത്തുള്ള സകലവിധ ദേവതകൾ ഇവിടെ കാണും, പൂജാമുറിക്കുള്ളിൽ കാണും. മനസ്സിൽ ഞങ്ങൾക്ക് എല്ലാം നേടിത്തന്ന ഗുരു എവിടെ ഇരിക്കുമെന്നറിയാവോ? പറ. ഗുരു എവിടെ വെച്ചേക്കുന്നത്? വീടിന്റെ പുറത്ത്. ഇത് പുറത്തിറക്കി വെക്കുന്ന സാധനം. ഇതിന്റെ തിടം പെഴുന്നൊളിച്ച് പുറത്ത് വെച്ചിരിക്കുകയാണോ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. ഗുരു വീടിന്റെ പുറത്തും പൂജാമുറിക്കുള്ള അകത്ത് ലോകത്തുള്ള സർവ്വ ഈശ്വരന്മാരുടെ ഫോട്ടോയും. ഇതല്ലേ ഇപ്പോഴും നമ്മുടെ അവസ്ഥ? ഇപ്പം മനസ്സിലായോ ഗുരുവിന്റെ അനുഗ്രഹം കിട്ടാത്തതിന്റെ കാര്യം എന്താന്ന്? ഗുരുവിനെ നിങ്ങൾ അകത്ത് സ്ഥാപിക്കുക. വീട്ടിനകത്ത് പോലും ഇപ്പോഴും കയറ്റത്തില്ല നമ്മൾ. ശരിയല്ലേ?
കെട്ടുന്നവരുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ പൂജാമുറി ഉള്ള വീടുകളും ശ്രദ്ധിക്കും. വിളക്ക് കത്തിക്കുമ്പോൾ ഫ്രണ്ടിൽ ആരെയാണ് വെച്ചിരിക്കുന്നത്? ഗുരുവിൻ്റെ ഫോട്ടോ മേളിൽ പൊക്കി വെച്ചേക്ക്. വന്നിട്ടോ ആ താഴെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ദേവതാ സങ്കല്പം ഉണ്ടാവും. ഇതാണ് ഇപ്പോഴും കാണിക്കുന്നത്. അതൊക്കെ ഒന്ന് മാറ്റം വരണ്ടേ? ഗുരുവിനെ അറിയാത്തത് കൊണ്ടാണ്.